ഒന്നും കൂടി ചോദിക്കാം. ഇനി ചോദിക്കണ്ട. ആക്ച്വലി ഇത് എന്താ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. മനസ്സിലായി, പക്ഷെ അത് ചോദിക്കണ്ടെന്നാ പറഞ്ഞു. പൊന്നു ഷൈൻ ചേട്ടാ മിണ്ടണ്ട കേട്ടോ. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകൾ, ഡ്രഗ് സ്റ്റോർ എന്നാണ് ടെക്നിക്കലി കറക്റ്റ്. അല്ലെങ്കിൽ ഷൈൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ പോയിന്റ് ആണ്. പക്ഷെ അത് പറയേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. അത്ര ആത്മാർത്ഥത്തോടു കൂടി നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല. എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി കേട്ടോ. കാരണം ഞാൻ സീരിയസ് ആയിട്ട്. പിന്നെ എന്റെ ആഗ്രഹം എന്നായിരുന്നു, മലർപ്പൊടി വെക്കായിരുന്നു. അതെനിക്കറിയാം. അതിൽ എന്റെ ഇന്റർവ്യൂവിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഒരിക്കലും പിന്നെ അങ്ങനെ തന്നെ ഈ വലിയ ലോറിയൊക്കെ ഓടുന്നതേ അതിൽ വെച്ച നാരങ്ങയ്ക്ക് എന്ന് പറഞ്ഞ നാരങ്ങയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം അപ്പൊ കള്ളത്തരമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് അല്ലല്ല, ധ്യാൻ ചേട്ടന്റെ ഒരു ആവേശം നമ്മുടെ അടുത്ത് പറയണം. ഈ ഒരു പ്രായത്തിലും Okay. One thing you do when nobody is watching. ആരും അറിയാതെ ചെയ്തത് ഇവിടെ എല്ലാരും മുമ്പിൽ പറയാ. Okay. Amira. Yeah. Hi. You understand Malayalam, right? കുറച്ച് പറയ്. You understand Malayalam, right? No. Okay. അതെ, ഞാനൊരു ഇന്റർവ്യൂ തരില്ല എന്ന് വിചാരിച്ചതാ. അതെന്ത് പരിപാടി? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു പരിപാടി, അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി. അത് തരില്ല എന്ന് വിചാരിച്ചാണ് അതോട് കൂടിയിട്ട്. ഞാൻ താനും കുറച്ച് വിഷമതകളോടെ കടന്നു വന്ന കാരണം എനിക്കൊരു സഹതാപം. പാവല്ലേ ഞാൻ? പാവല്ലേ, പാവടല്ലേ, കീറിയതല്ലേ. എന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ധ്യാൻ ചേട്ടന്റെ കൂടെയായിരുന്നു. ധ്യാൻ ചേട്ടനും പ്രിയാക മാർട്ടിനും. അന്ന് ധ്യാൻ ചേട്ടൻ ഭയങ്കര ഒരു കൊച്ചായിരുന്നു. എനിക്ക് 2-3 വർഷം മുന്നെയാണ്. അതേതാ പടം? ധ്യാൻ ചേട്ടൻ ഭയങ്കര മെലിഞ്ഞൊരു 3 വർഷമൊന്നും അല്ല. അപ്പൊ പുള്ളി ചോദിച്ചത് പുള്ളിക്ക് എന്തായിരുന്നു അറിയണ്ടായിരുന്നു ചേച്ചിക്ക്? അല്ല, പുള്ളിക്കാരി ISRO ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ ചോദിച്ചു വന്നതാണ്. അതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായപ്പോ ചേച്ചി എന്റെ സിസ്റ്റർ ബ്രഹ്മോസിലെ വർക്ക് ചെയ്യണത്. സിസ്റ്ററാ? എന്റെ സിസ്റ്റർ സൈക്കോളജിസ്റ്റ്. അത് പറ്റി എനിക്ക് വല്ല അതിന്റെ അറിവുണ്ടോ? അങ്ങനെ ഞാൻ ഇൻസ്റ്റമാർട്ടുകാരനോട് ചോദിച്ചത് എങ്ങോട്ടാ ഇത്രയും സാധനമായിട്ട്? സർ ഉണ്ണിലാലൂസ് റൂം. അങ്ങനെ ഞാൻ നോക്കുമ്പോ ഈ സാധനങ്ങളാ, പല സാധനങ്ങളാ. അതിനകത്ത് നോക്കുമ്പോ നട്ട്സ്, ചിപ്സ്, സോഡ. പിന്നെ പറയാൻ പറ്റാത്ത പലതും. എന്റെ ക്യാരക്ടർ ഞാൻ പലപ്പോഴും പ്ലേ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഫ്ലേറ്റി ആയിട്ടുള്ള സംഭവം. എങ്ങനെ? അങ്ങനെ ഫ്ലേറ്റി ആയിട്ട് ഡേറ്റിംഗ് പോകുന്ന പരിപാടികൾ ആരും അറിയാതെ. റിയൽ ലൈഫിലോ? ആ, അല്ലാതെ പിന്നെ ഏത് ലൈഫിൽ അതൊക്കെ ചെയ്യാൻ? മരിച്ചു കഴിഞ്ഞിട്ട്. കൊണ്ടും കൊടുത്തും വളർത്തിയതിന്റെ ഗുണം. ധ്യാൻ ശ്രീനിവാസൻ. ഓരോരുത്തർ ഇടുന്ന കമന്റ് ആണ് കൊണ്ടും കൊടുത്തും വളർത്തിയതിന്റെ ഗുണം. വളർത്താൻ പറ്റിയിട്ടില്ല. Okay. Last question. One thing you pretend to like but actually hate. These people. അതല്ല തൂക്കി
ഓടിക്കോ. തൂക്കിയല്ലോ നാഥാ. പണ്ട് സുഹൃത്തുക്കളെ, പണ്ട് പലപ്പോഴും പലരോടും ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ, ഇപ്പൊ അങ്ങനൊന്നും അല്ല കേട്ടോ, ക്ഷമിക്കണം. നമ്മുടെ ജോമോന്റെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞാൻ ഇങ്ങോട്ട് കേറുന്നിട്ട് തൊട്ടുമുമ്പ് ഒരാളെ വിളിച്ചതാ. അപ്പൊ എനിക്ക് പറഞ്ഞ കുറച്ച് കഥയാ. അമ്മ ബാക്കി സമയം ഉണ്ടായിരുന്നില്ല, അപ്പോഴത്തേക്കും ടൈമായി. എന്തായാലും അപ്പൊ അച്ഛനൊന്ന് വിളിക്കണം കേട്ടോ, ഇത് കഴിഞ്ഞ് കഥകൾ പറഞ്ഞു. അല്ല അച്ഛനെ നീ ഇങ്ങനെ എല്ലാരും വീട്ടിൽ വിളിച്ച് കഥ കേൾക്കുന്നുണ്ട്. എനിക്ക് നമ്പർ കിട്ടുന്നില്ല. ഞാൻ വിളിച്ചേരാ, എല്ലാരും വീട്ടിലേക്ക് വിളിച്ചേരാ. അല്ല ഇപ്പൊ പിന്നെ നീ മേലാ വിളിക്കൂല. ഹായ് ആൻഡി, എനിക്ക് തെലുങ്കുന്ന ഒരു ഓഫർ വന്നു. തെലുങ്ക് തന്നെ 2-3 ഇടക്കിടക്ക് വരുന്നതാണ്. ഇവിടുത്തെ തിരക്ക് കാരണം. അപ്പൊ പെട്ടെന്ന് മെസ്സേജ് വന്നപ്പോ അവളെടുത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹായ് ആൻഡി ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഹായ് ആൻഡി ഹൗ ആർ യു. അപ്പൊ അവള് പറഞ്ഞത് അവര് റെസ്പെക്ട് കൊണ്ട് ആൻഡി. ആൻഡിയും ഗാരും അത് തെലുങ്കൊന്നുമില്ല, നാട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. ഈ വൃത്തിയത് പ്രായിക്കര പാപ്പാൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ പറയുന്നു, ഡ്യൂപ്പില്ലാതെ ആനയുടെ കൊമ്പി പിടിക്കുകയും ആന ആ കൊമ്പോടുകൂടി എന്നെ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്ന 4 ഷോട്ടുകളുണ്ട്. ചേട്ടനപ്പൊ ജീവൻ പണയം വെച്ചായിരുന്നു ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് വേറെ കാര്യമുള്ളതിന് ശേഷം ആന അതോട് ചെരിഞ്ഞു പോയി. അവരുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ് എന്ന് തോന്നി, ഐ വിൽ ബി ലൈക്ക് ഓക്കെ ശരി, നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ്, അത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യാത്തൊരു ജനറേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പൊളിറ്റിക്കലി കറക്റ്റ് ഫാമിലി അല്ലേ? പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ ഉള്ള, അത് വേണ്ടേ? അത് വേണം. എല്ലാ ഫാമിലീസിലും എന്താണ് ബമ്പിളിൽ നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കണേ റിപ്ലൈ ചെയ്യണോ? ചിലപ്പോ അതായിരിക്കും നിങ്ങൾ അപ്പൊ ഓൾ അങ്ങനെ മെസ്സേജ് അയക്കണോണ്ടാണല്ലോ ഞാൻ റിപ്ലൈ ചെയ്യണത്. പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എന്റെ ആക്റ്റീവ്നെസ് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ചോദിക്കേണ്ടവരോട് മാത്രം ചോദിച്ചാൽ മതി അങ്ങനത്തെ കാര്യങ്ങൾ. സോറി ചേട്ടാ, ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വെറുതെ ഇത് ചക്കയാണോ എന്ന് കുത്തി നോക്കേണ്ട കാര്യമില്ല. കാണുമ്പോഴേ അറിയാമല്ലോ ചക്കയാന്ന്. ചക്ക കണ്ടാ അറിയില്ലേ അത് ചക്ക തന്നെയാണോ എന്ന് കുത്തി നോക്കുമല്ലോ എല്ലാവരും. കൺട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു. He became slim actually. Now fat. No, I'm saying fact. Fact. You didn't say fat, no? No, I said fact. Okay, He's okay. talking fact. He was just beating around the bush. Silly boy. Oh my god, no. അളിയ ആ സാധനല്ലേ അത് ഈ അവസരത്തിലല്ല ഉപയോഗിക്കണ്ടേ. ചുമ്മാ ഇരിക്കട്ടെ. ആരോടും പറയും